കെ സുധാകരൻ UDF പ്രചാരണ വേദിയിലെത്തിയിരിക്കുന്നു. കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി TO മോഹന്റെ കൺവെൻഷനിലാണ് കെ സുധാകരൻ പങ്കെടുക്കാനെത്തിയിരിക്കുന്നത്. വിവാദങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് കെ സുധാകരൻ പൊതുവേദിയിൽ എത്തുന്നത്. നേരത്തെ ഇരിക്കൂർ മണ്ഡലത്തിൽ സജീവ് ജോസഫിന്റെ പ്രചാരണത്തിനായിരിക്കും എത്തുക എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഏതായാലും കെ സുധാകരൻ സംസാരിക്കുകയാണ് തത്സമയം. നിങ്ങളുടെ വിളയോദിക്കുന്നു. ഈ തീരുമാനം മനസ്സിൻ്റെ അകത്ത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അപേക്ഷിക്കട്ടെ, ഈ രാഷ്ട്രീയ വിജയം നമ്മുടെ രാഷ്ട്രീയ വിജയത്തിൻ്റെ ഏറ്റവും വലിയ കൊടുമുടിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു പോരാട്ടത്തിൻ്റെ തുടക്കമായി ഇതിനെ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് മാത്രം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്കെല്ലാം നമസ്കാരം. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഉണ്ട്, പ്രിയപ്പെട്ട TO മോഹനാണ് നമ്മുടെ സ്ഥാനാർത്ഥി. ഞാനത് മറന്നുപോയി. മറക്കേണ്ടതല്ല, സത്യത്തിൽ അതൊരു കർമ്മം മറന്ന പോലെയായിപ്പോയി. അതുകൊണ്ട് ഞാനത് ദുഃഖത്തോടെ ക്ഷമ പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട TO മോഹൻ, നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്നും നിലനിൽക്കാൻ സാധിക്കുന്ന കരുത്തുള്ള ഒരു പൊതുപ്രവർത്തകൻ, നാടിന്റെ മാറ്റങ്ങൾക്ക് വേണ്ടി ശക്തമായി പോരാട്ടം നടത്തുന്ന ഒരു ചെറുപ്പക്കാരന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിനെ നന്നാക്കാൻ നമുക്ക് ഉപകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അതിനുള്ള കഴിവും പ്രാപ്തിയും അദ്ദേഹത്തിന് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. കണ്ണൂരിൽ കെ സുധാകരൻ TO മോഹനന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിലെത്തിയിരിക്കുകയാണ്. TO മോഹന് വേണ്ടി വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിച്ചാണ് കെ സുധാകരൻ സംസാരം അവസാനിപ്പിച്ചത്. TO മോഹന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് തന്നെയാണ് സുധാകരൻ സംസാരിച്ചത്. നമുക്ക് ആ സംസാരം ഒരിക്കൽ കൂടി കേൾക്കാം. മനസ്സിൻ്റെ അകത്ത് ഇതൊരു സ്ഥായിയായ വിചാരമായി മാറ്റിയെടുത്ത് നാടിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനം നേടിയെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ പോരാട്ടത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കണം എന്നുകൂടി നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ ഒരുപാട് നേതാക്കന്മാരുണ്ട്, സഹപ്രവർത്തകന്മാർ ഒരുപാടുണ്ട്. അതുകൊണ്ട് വലിയ പ്രസംഗത്തിന് നമുക്ക് ഇതിൽ സൗകര്യമില്ല. എനിക്കിനിയും 4-5 പരിപാടിയിൽ പങ്കെടുക്കാനുണ്ട്. എല്ലാ സ്ഥലത്തുനിന്നും ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിൽ നല്ല സന്തോഷത്തിലാണ് ഞാനുള്ളത്. ആ സന്തോഷം അനുഭവിച്ചുകൊണ്ടും ആ സന്തോഷത്തിൻ്റെ സുഖലോലുപമായ രാഷ്ട്രീയ സാഹചര്യം നുകർന്നുകൊണ്ടും ഞാൻ നിങ്ങളോട് താങ്ക്സ് പറയുന്നു. നിങ്ങളുടെ വിളയോദിക്കുന്നു. ഈ തീരുമാനം മനസ്സിൻ്റെ അകത്ത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അപേക്ഷിക്കട്ടെ, ഈ രാഷ്ട്രീയ വിജയം നമ്മുടെ രാഷ്ട്രീയ വിജയത്തിൻ്റെ ഏറ്റവും വലിയ കൊടുമുടിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു പോരാട്ടത്തിൻ്റെ തുടക്കമായി ഇതിനെ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് മാത്രം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്കെല്ലാം നമസ്കാരം. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഉണ്ട്. എല്ലാ വിവാദങ്ങൾക്കും ഒടുവിൽ കെ സുധാകരൻ UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിലെത്തിയിരിക്കുന്നു. കണ്ണൂരിൽ TO മോഹന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിലാണ് കെ സുധാകരൻ ആദ്യമായി എത്തിയത്. തുടർന്നും തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പരിപാടികളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കും. ഇന്ന് തന്നെ 5ഓളം വേദികൾ ഇനിയും തനിക്കുണ്ട് എന്നാണ് കെ സുധാകരൻ അവിടെ പ്രസംഗിച്ചു വെച്ചത്. ഏതായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കൊക്കെയുള്ള മറുപടി കൂടിയാവുകയാണ് കെ സുധാകരന്റെ ഈ പ്രചാരണ രംഗത്തെ ഈ പ്രസംഗവും പ്രചാരണ രംഗ പരിപാടിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവേശനം.